അതിലെ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് എന്നൊരു ടാബു ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം കുറച്ചു കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ ആരോഗ്യമന്ത്രിയും അല്ലെങ്കിൽ നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷയൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായി പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ സമയത്ത് എത്രത്തോളം എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ആളുകളിൽ നിന്ന് കിട്ടിയത്. സെക്സ് ചെയ്ത് കാണിച്ചു കൊടുക്കണോ ഇനി മുതൽ കുട്ടികൾക്ക് എന്ന രീതിയിൽ വരെ ആളുകൾ ചോദിക്കുന്നത് നമ്മൾ ആ വാർത്തകൾക്ക് താഴെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ തെറ്റായ ധാരണകളാണ് മലയാളികൾക്ക് ഇന്നുള്ളത്. അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കാത്തവരാണ് മലയാളികൾ. പക്ഷെ ഇന്ന് ഒരുപാട് യൂട്യൂബർമാർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കപ്പിളായി ഇരുന്നു കൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഡോക്ടേഴ്സും അല്ലെങ്കിൽ ആ രീതിയിൽപ്പെട്ട ഒരുപാട് പേർ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ സർട്ടൻ പാർട്ടുകൾ മാത്രം എടുത്ത് ഒരു സെക്സ് ടോക്ക് എന്ന രീതിയിലേക്ക് അതിനെ എന്താ പറയാ മാറ്റിവെക്കുക, അല്ലെങ്കിൽ അതിനെ ട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അത്തരം രീതിയിൽ അതിനൊരു വൃത്തികെട്ട ഒരു സാധനമാക്കി മാറ്റുകയാണ് അവർ അതിനെ. പക്ഷെ അതിന്റെ ഒരു മൂല്യം മനസ്സിലാക്കാതെ അതിൽ കേവലം ഒരു ആനന്ദം മാത്രം കണ്ടെത്താനാണ് പല മലയാളികളും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവണത നമ്മുടെ നാട്ടിൽ കൂടുന്നതായി തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും കൂടുന്നതായിട്ടുണ്ട്. പിന്നെ അവർ അത്തരം ഒരു പ്രക്രിയ ചെയ്യുന്നത് അതിനെ ഒരു മോശവൽക്കരിച്ചിട്ട് അത്തരം സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസിൽ ഒരു പാർട്ട് മാത്രമായിട്ട് എടുത്ത് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഇട്ട്, അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബിൽ വരുന്ന വീഡിയോ ആണെങ്കിൽ യൂട്യൂബിൽ തന്നെ അതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി ഒരു പോൺ വീഡിയോ അല്ലെങ്കിൽ ഒരു പോൺ സൈറ്റിൽ നിന്ന് എന്താണോ കിട്ടുന്ന ആ ഒരു ഫീലിങ്സിലേക്ക് മാറ്റി അവരത് അപ്ലോഡ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ആ ഒരു അവരുടെ ഒരു ലൈംഗിക വൈകൃത തന്നെ ആ സ്വഭാവം തന്നെ ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ പ്രേക്ഷക പ്രീതിയുണ്ട്. അത്തരം വീഡിയോസ് പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അത് ആ കണ്ടന്റ് എടുത്ത് നോക്കുമ്പോൾ അറിയാം ഒരു സെക്സ് എഡ്യൂക്കേഷൻ ആയിരിക്കും, ഒരു കാര്യത്തെ പറ്റി പറയുന്നതായിരിക്കാം. പക്ഷെ അതിന് ആ ഇടുന്ന ആൾക്കെതിരെ ആയിരിക്കില്ല നെഗറ്റീവ് വരുന്നത്. അതിനകത്തിൽ ആരാണോ സംസാരിക്കുന്നത് അവരെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെക്സ് എഡ്യൂക്കേഷൻ ചാനൽ നടത്തുന്ന ഒരാളാണ് ആഷ്ല മേളി എന്ന് പറയുന്ന യൂട്യൂബർ. അവരുടെ ചാനൽ സെക്സ് എഡ്യൂക്കേഷന്റെ ആണ്. ഒരു കാലഘട്ടം മുതൽ അവർ ഇടുന്ന വീഡിയോസ് എല്ലാം സെക്സ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ശേഷവും അവരുടെ ചാനലിൽ എന്തായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് വലിയ രീതിയിൽ സൈബർ അറ്റാക്കുകൾ വരാൻ തുടങ്ങി. കാരണം അവർ ചെയ്യുന്ന പല പോർഷൻസും എടുത്ത് ഇത്തരത്തിൽ ഫേസ്ബുക്കുകളിലൊക്കെ ഇട്ട് അത് വേറൊരു രീതിയിലേക്ക് പബ്ലിഷ് ആവാൻ തുടങ്ങി. കാരണം ഒരു പോൺ വീഡിയോസ് എന്ന രീതിയിലേക്ക് പല അവരുടെ തമ്പുകൾ മാറ്റിയും പിക്ചേഴ്സ് പ്രത്യേകം അപ്ലോഡ് ചെയ്തും അതിന് വേറൊരു രീതിയിലേക്ക് മാറ്റാൻ തുടങ്ങി. അത് കൂടുതൽ ആൾക്കാരിലേക്ക് സ്വീകരിക്കപ്പെടുകയും അത് ഇവരെ നെഗറ്റീവ് പറയുകയും അതിനകത്തിൽ തന്നെ പല കാര്യങ്ങളും അശ്ലീല സന്ദേശങ്ങളിലെ അശ്ലീല കമന്റുകൾ ഇട്ട സ്വയം ആസ്വദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒരു ആസ്വദിക്കുന്ന രീതിയിലേക്ക് ഇത്തരം സെക്സ് എഡ്യൂക്കേഷന്റെ പല ഭാഗങ്ങളും മാറ്റപ്പെടുന്നു. പലർക്കും അറിയില്ല എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി പോലും ഒരു മനസ്സ് കാണിക്കുന്ന ഒരു ഇതില്ല. പിന്നെ വേറൊരു ചാനലുണ്ട്, വേറൊരു യൂട്യൂബറിൽ എന്ന് വെച്ചാൽ ഗേൾസ് ടോക്സ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടായിരിക്കും. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് ഒരു ഇമെയിൽ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ആ അക്കൗണ്ടിലേക്ക് നമുക്ക് എന്താണോ സംശയം ആ സംശയം നമുക്ക് ചോദിക്കാം. മെൻസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സെക്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളായിരിക്കാം. അങ്ങനെ നിരവധി ആൾക്കാർ ഈ ഒരു തനിക്ക് അറിയാത്ത അല്ലെങ്കിൽ കേട്ട് കുറച്ച് സംശയങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവരിങ്ങനെ ചോദിക്കും. ഇത് ആ യൂട്യൂബർ വന്നിട്ട് കൃത്യമായി പറഞ്ഞു തരും. കാരണം കുട്ടികൾക്ക് അറിയത്തില്ലെങ്കിൽ ഇവർ ചോദിക്കുന്ന കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും ഇവർ പറയുന്നത് തന്നെ. ഇത് കൂടുതലും നല്ല പ്രേക്ഷകരിനകത്തെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതലും അത് കാണുന്നത് പെൺകുട്ടികളെക്കാട്ടി കൂടുതലും ആൺകുട്ടികളായിരിക്കും. അത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അത് പെൺകുട്ടികളുടെ സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അവർ ഗേൾസ് ടോക്സ് എന്നാണ് അതിന് പറയുന്നത് തന്നെ. തമ്പിട്ടിരുന്നത് തന്നെ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് കൂടുതലും ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ ഒരു വിചാരിക്കും, എന്തോ പ്രത്യേക സാധനം ഉണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞിട്ട് അതിനകത്തിലേക്ക് കയറി കൃത്യമായി അവർ പറയുന്ന കാര്യത്തിനെ തന്നെ കുറച്ച് വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്കാക്കി ഒരു അശ്ലീലമാക്കി മാറ്റി അതിൽ തന്നെ ഒരു സുഖം കണ്ടെത്തുക. ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ പ്രേക്ഷകരൊക്കെ മാറിപ്പോകുന്നത്. അത് ആക്ച്വലി ഈ സെക്സ് എഡ്യൂക്കേഷൻ അജ്ഞത തന്നെയാണ്. കാരണം ഇന്ന് നമ്മള് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി ഒപ്പം ജീവിക്കുന്ന പല ദമ്പതിമാരെയും എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ വരെ ഈ സെക്സുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരോട് ചോദിക്കും? അതൊരു വലിയൊരു ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് ആരോട് ചോദിച്ചാലാണ് കൃത്യമായ ഉത്തരം കിട്ടുക? നമ്മൾ പൊതുവെ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ്ഡ് സർക്കിളിലുള്ള നമ്മുടെ കസിൻസോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹോദരങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇവരിൽ എല്ലാവർക്കും അവർക്ക് അവരുടെ അഭിപ്രായങ്ങളാണ് പറയാൻ സാധിക്കും. ഇതിന്റെ ഒരു സയന്റിഫിക്കാലിറ്റി എത്രത്തോളമാണ് എന്ന് പറഞ്ഞു വെക്കാൻ കഴിവുള്ളവർ കുറവാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇൻഡിവിജ്വൽസിനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരുപാട് ആണുങ്ങൾക്ക് അവർക്ക് അവരുടേതായ സെക്ഷുവാലിറ്റിയിൽ
എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇത് ഓപ്പൺ ആയ ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ആളുകൾ അവരെ ജഡ്ജ് ചെയ്യുമെന്നുള്ള പേടിയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിനകത്ത് തന്നെ കണ്ടതാണ്. അതിനകത്തില് അവരുടെ ഭർത്താവിനോട് പറയുന്നുണ്ട് അവരെ ഒരു സെക്ഷുവാലിറ്റി സെക്സ് ടൈമിൽ തന്നെ, അല്ലെങ്കിൽ അത് പറയുന്നുണ്ട് ഒരു എന്താ പറയാ ഫോർ പ്ലേ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം അവർക്കത് അവരെ ഒരു സെക്ഷൽ ലൈഫ് കുറച്ചുകൂടി ട്രോമയായി മാറിപ്പെടുന്നു. കാരണം ഒരു ലൈഫിൽ ഒരു പീരീഡ് ഓഫ് ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു ഇന്റിമസി ഇല്ലായ്മ, ആ ഒരു ഇന്റിമസി ഇല്ലായ്മ ഫീൽ ചെയ്യുമ്പോൾ അവരുടെ ഭർത്താവിനോട് പറയുമ്പോൾ അയാൾ തന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ട്, നിനക്കിതൊക്കെ അറിയാമല്ലേ. അപ്പൊ അവിടെ ഒരു മോശമാക്കി മാറ്റുകയാണ്. കാരണം ഇതറിയാവുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എന്തോ ഒരു മോശത്തരമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്നൊരു രീതിയിലേക്കാണ്. അത് ആളുകളുടെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നതായിരിക്കാം, ഓക്കെ ഇയാൾക്ക് ഇത് അറിയാം എനിക്കിത് അറിയില്ല എന്ന് പറയുന്ന ഒരു ഈഗോ ഇഷ്യൂ കൂടി അതിൽ വർക്ക് ആകുമായിരിക്കാം എന്നുള്ളതാണ്. പക്ഷെ എന്നും നമുക്ക് എന്താ പറയാ, ഇത്തരം സംശയങ്ങൾ ക്ലിയർ ചെയ്തു പോകുന്നതാണ് നല്ലത്. ഞാൻ ഒരിടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കപ്പിൾസ് ഉണ്ട്, ഭാര്യയും ഭർത്താവുമാണ്. അവർ ഇത്തരത്തിലുള്ള സെക്ഷൽ സംശയങ്ങൾ തീർക്കുന്നവരാണ്. അല്ലെങ്കിൽ സെക്ഷൽ കാര്യങ്ങളെ കുറിച്ച് രണ്ടുപേരും കൂടി ഒപ്പം ഒരു ഫ്രെയിമിൽ ഇരുന്നിട്ടാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ അവരോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നുണ്ട്, എന്താ ഞങ്ങളുടെ വീഡിയോന്റെ താഴെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളോ അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഞങ്ങൾ ഒന്നും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ തരാം. കാരണം അവരിത് പറയാനുള്ള ധൈര്യം കാണിക്കുമ്പോഴും ആ ധൈര്യത്തെ എന്താ പറയാ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ആളുകൾ നീങ്ങുന്നത്. അവരൊക്കെ മോശപ്പെട്ട ആളുകളാണ് എന്ന രീതിയിലേക്കാണ് ആളുകൾ സംസാരിച്ചു വെക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ചാനലുകളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട്, ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ അതിനൊക്കെ എന്താ പറയാ ഒരു ലൈംഗിക പ്രശ്നമായി എടുക്കാതിരിക്കുക എന്നുള്ളതാണ്, അതിനെ അറിവുകളായി എടുക്കുക. ഇപ്പൊ നമ്മള് പണ്ട് കാലത്ത് ഈ മെൻസ്ട്രുറേഷനെ കുറിച്ച് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ടാബു, പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് അത് മാറി തുടങ്ങി. അതുപോലെ തന്നെയാണ് സെക്സിന്റെ കാര്യങ്ങൾ. ഈ സെക്സിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഇത് അറിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും. ഇപ്പോ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ നമ്മൾ എടുക്കുമ്പോൾ കൃത്യമായി നമുക്കറിയാം അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്ത സുരാജ് വെഞ്ഞാറമൂടിന് ഈ ഫോർ പ്ലേനെ കുറിച്ചുള്ള ധാരണ കുറവ്. അത് എന്താണ് സ്ത്രീകളിൽ അത് ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഫോർ പ്ലേ വേണം എന്ന് പറയുന്നത്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡിയെ അതുമായി പാകപ്പെടുത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ട്നെസ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലഷർ എന്ന് പറയുന്നതിൽ ഒരു മേജർ ഭാഗം ഇരിക്കുന്നത് ഈ ഫോർ പ്ലേയിലാണ്. ഇത് അറിയില്ല സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ആ വ്യക്തിക്ക്, അത് അദ്ദേഹത്തിന് അറിവില്ലായ്മയാണ്. പക്ഷെ അതിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഒരു ആണിനും പെണ്ണിനും സെക്സ് ചെയ്യുന്ന സമയത്ത് ആർക്ക് എപ്പോഴാണ് പ്ലഷർ കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. നമ്മൾ പല പുസ്തകങ്ങളും ഈ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ വ്യക്തമായി അവർ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. കാരണം ഈ ഇജാക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് ആണുങ്ങൾക്ക് പ്ലഷർ കിട്ടുന്നത് എങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് അത് അപ്പോഴല്ല. സ്ത്രീകൾക്ക് അതിൻ്റെതായ പ്ലഷർ പോയിന്റുകളുണ്ട്, അതിൽ അതിൻ്റെതായ ഡൈവേഷൻസ് ഉണ്ട്. പക്ഷെ ഇത് അറിയാതെയാണ് ഇന്ന് പലരും ഇത്തരത്തിലുള്ള സെക്ഷൽ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. പക്ഷെ അപ്പോഴും അവർ സെക്ഷലി അൺസാറ്റിസ്ഫൈഡ് ആയി മാറും. ആ സമയത്താണ് മറ്റു ബന്ധങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് പലർക്കും. ഇന്ന് ഈ അഭിഹിതങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന ഈ സെക്ഷൽ അൺസാറ്റിസ്ഫാക്ഷനിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങളാണ് കൂടുതലും എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവരിത് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അതും മറ്റൊരു പ്രശ്നമാണ്. ഡോക്ടറുടെ അടുത്ത് പോയിട്ട് തനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ താൻ കഴിവില്ലാത്തവനോ അല്ലെങ്കിൽ കഴിവില്ലാത്തവളോ ആണോ എന്ന് പറയേണ്ടി വരും എന്ന രീതിയിൽ അതിനെ പഠിക്കുന്നവരാണ്. നമ്മള് കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന സിനിമ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരന് കൃത്യമായിട്ട് എന്താണ് ഇതിന്റെ കാര്യം, വിവാഹ ജീവിതത്തിന് ശേഷം എന്തൊക്കെയാണ് അതിനെപ്പറ്റി യാതൊരു അറിവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് പോലും. അതിനുശേഷം തന്റെ ഭാര്യയുടെ മുൻപിൽ കഴിവ് കെട്ടവൻ ആയി പോകുന്നല്ലോ എന്ന് ആ ഒരു തോന്നലാണ് പുള്ളിക്കാരൻ സ്വന്തം ഭാര്യയെ റേപ്പ് ചെയ്യുന്നത്. അതും മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് ആ ഒരു രീതിയിലാണ്. കാരണം അവിടെയും കൃത്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷന്റെ കുറവാണ് പുള്ളിക്കാരനെ ആ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്നത്. കാരണം അതിനുശേഷം പുള്ളിക്കാരൻ നല്ല കുറ്റബോധമൊക്കെ ആവുന്നുണ്ട്. ആ ഒരു സിനിമ വന്നതിന് ശേഷം അത് നല്ല ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ചർച്ച ചെയ്യണ വലിയൊരു വിഷയമാണ്. ഇതിന് വേറൊരു പോയിന്റ് കൂടി ഞാൻ പറയട്ടെ. ഇപ്പൊ ഇന്നത്തെ ആണുങ്ങളായാലും പെൺകുട്ടികളാണെങ്കിലും സെക്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് പോൺ വീഡിയോസിനെയാണ്. ഈ പോൺ വീഡിയോസ് എന്ന് പറയുന്നത് ഹൈലി ഫാബ്രിക്കേറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാതും അഭിനയങ്ങളാണ്. അതിൽ കാണിക്കുന്ന ഒരു ഹൈപ്പർ സാധനങ്ങളാണ്, മനസ്സിലായി? അത് എക്സാജറേറ്റഡ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ സെക്സ് മൂവീസിൽ അല്ലെങ്കിൽ സെക്സ് വീഡിയോസിൽ നമ്മൾ കാണുന്ന അതേ സാധനമാണ് നമ്മുടെ കിടപ്പറയിൽ നമുക്ക് നമ്മുടെ ഭർത്താവിനൊപ്പമോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണറിനൊപ്പമോ ഉണ്ടാകേണ്ടത് എന്നാണ് പലരും മനസ്സിലാക്കി വെക്കുന്നത്. അപ്പൊ അത് കിട്ടാതെ ആകുമ്പോൾ ഓക്കെ അപ്പൊ ഇതല്ല ശരിക്കും ഇതിനേക്കാൾ വലുതുണ്ട്. പക്ഷെ അത് എക്സാജറേറ്റഡ്, അതിൽ അവർ കാണിക്കുന്നതിന്റെ പകുതിയാണ് ശരിക്കും ഒരാൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ശരിക്കും എന്താണ് ഒരു ആണിനും പെണ്ണിനും അതിൽ നിന്ന് കിട്ടുന്ന ഫീലിങ്സ് എന്ന് ആർക്കും അറിയില്ല. ഈ എക്സാജറേറ്റഡ് കണ്ടന്റ് കണ്ട് അവർക്ക് തോന്നുകയാണ് ഓക്കെ ഇത്രയും ഒരു പോയിന്റിലേക്ക് എത്തിയാൽ മാത്രമാണ് ഒരു കംപ്ലീറ്റ് സെക്സ് നടക്കുള്ളൂ, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഒരു കംപ്ലീറ്റ് സെക്സ് നടക്കുന്നത്
എന്ന രീതിയിൽ ഒരു തെറ്റായ ധാരണയിലേക്ക് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും എത്തുന്നുണ്ട്. ഇതൊക്കെ മാറ്റാനും അല്ലെങ്കിൽ ഇതിലെ കൃത്യമായ അറിവുകൾ പകർന്നു തരാനുമാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ കണ്ടന്റ്സ് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന് രംഗത്തേക്ക് വരുന്നത്. പക്ഷെ അവരെയും ഇത്തരത്തിൽ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ, അവരും കൂടി ഇതിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ എല്ലാവരും നയിക്കുക എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുക. സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു സമൂഹം എന്ന് പറയുന്നത് കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങൾ ഉൾപ്പെടെ അതിലൊരു പ്രശ്നമായി തീരുന്ന ഒരു കാര്യം തന്നെയാണിത്. അതോടൊപ്പം തന്നെ പണ്ട് നേരത്തെ ഒരു വിദേശ രാജ്യം സ്കൂളുകളിലേക്ക് എന്ന് വെച്ചാൽ 15 വയസ്സ് മുകളിലേക്കുള്ള കുട്ടികൾക്ക് കോണ്ടംസ് സപ്ലൈ ചെയ്യുന്ന അവരുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായി. അത് വിദേശ രാജ്യത്താണ്. അപ്പൊ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ അതൊക്കെ നല്ല ചർച്ചാ വിഷയമായി. കാരണം കൊച്ചുകുട്ടികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണത് കൂടുതൽ നമ്മൾ സെക്സ് ചെയ്യാനല്ല അതിന് പ്രേരിപ്പിക്കുകയാണോ ചെയ്യുന്നത്, ആ ഒരു രീതിയിലേക്കൊക്കെ സംസാരം ഉണ്ടായി. പക്ഷെ ആ രാജ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻസ് ഒക്കെ അവരോട് കൊടുക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഈ വിവാഹ ജീവിതം അല്ലെങ്കിൽ എന്താണ് ആ ഒരു സെക്സ് എന്ന് പറയുന്നത്, അതൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ അതിന്റെ പാർട്ടായിട്ടാണ് അവർ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ നമ്മളിവിടെ സ്കൂളിൽ ഉൾപ്പെടെ സെക്സ് എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ കൊടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ പേരൻസ് ഉൾപ്പെടെ അതിനെ എതിർക്കുകയാണ്. ഒരു PT അല്ലെങ്കിൽ ഒരു സ്കൂളിലുള്ള PT ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെയും കൂടെ ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ പ്രാവർത്തികമാവും. നമ്മുടെ നാട്ടിൽ ഇന്നും സെക്സ് ഒരു വൃത്തികേടാണ്, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യവുമാണ്. പക്ഷെ അതിനെ കുറിച്ച് സംസാരിച്ചാൽ അത് വൃത്തികേടുമാണ്. ഇരുട്ടിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് സെക്സ് മാറുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് മൂവികൾ എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായി കാണാം. മക്കളുണ്ടെങ്കിലും അവര് ഉമ്മ വെക്കുന്ന പാരന്റ്സിനെ നമുക്ക് കാണാം, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നവരെ കാണാം, അല്ലെങ്കിൽ ഒരു ലിപ് ടു ലിപ് കിസ് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ പാരന്റ്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം, ഓക്കെ ഇത്രയും മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഈ കുട്ടിക്കാലം മുതൽ തന്നെ ധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ മെച്ചുവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ വയസ്സുള്ള ആരും അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നിൽക്കില്ല. ഇപ്പൊ ഒന്ന് ഹഗ് ചെയ്യുകയാണെങ്കിൽ മാറി നിൽക്കും, മക്കളുണ്ട് എന്ന് പറയുന്നവരാണ്. അപ്പൊ ഈ മക്കളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്താണ്? ഇത് ആരും കാണാതെ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ആരും അറിയാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കള്ളത്തരങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതില് എന്താ പറയാ അതിനെ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു ഹാർഷ് രീതിയിലേക്ക് ഇത് സ്വന്തം അച്ഛനും അമ്മയും മോനെ അല്ലെങ്കിൽ മോളെ ഇതാണ് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ കൂടുതലും പോൺ വീഡിയോസ് കാണാൻ പ്രേരിതമാവുന്നത്. കാരണം അവർക്കിതൊരു ഹൈഡിങ് ക്യൂരിയോസിറ്റി ആയിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്. കാരണം നമ്മൾ അതെ കൂടുതൽ സിനിമകളിലാണെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പണ്ട് CD കളായിരുന്നു എന്ന് കുഞ്ഞിരാമായണത്തിൽ ഉൾപ്പെടെ ആ ഒരു സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതൊരു CD ആണ്. അപ്പൊ ആ ഒരു കാലത്ത് CD ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഫോണിലേക്ക് അത് ലഭ്യമാണ്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഫോൺ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ, അങ്ങ് കാണാൻ പാടുള്ളൂ എന്നൊരു നിയമം ഉണ്ടെങ്കിലും പക്ഷെ നമ്മുടെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. കാരണം അവർക്കൊരു ക്യൂരിയസ് ആയിട്ടൊരു കാര്യമാണിത്. അവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല, അങ്ങൊന്നും എന്തെങ്കിലുമൊക്കെ കേൾക്കും. പക്ഷെ അതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ അവർക്ക് കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് ഇത്തരം ഫോൺ വീഡിയോസ് ആണ്. അപ്പൊ ആ ഒരു മിസ്റ്ററി ക്ലിയർ ആയാൽ തന്നെ നമ്മുടെ നാട്ടിലെ പകുതി ക്രൈമുകൾ കുറയും എന്നുള്ള സത്യാവസ്ഥ നമ്മൾ ആളുകൾ മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങൾ തീരുമായിരിക്കും. തീർച്ചയായിട്ടും.